എല്ലാവർക്കും ലേണേഴ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ചലനവും ചലന നിയമങ്ങളും, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. 3 ചലന സമവാക്യങ്ങൾ ഫോം ചെയ്തു. ഇതൊക്കെയാണ് v ഈക്വൽ ടു u പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ചലന നിയമങ്ങളാണ്, ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളുണ്ട്. ആ 3 ചലന നിയമങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ നിയമങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതും കൂടി നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്താക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം 3 ചലന നിയമങ്ങളാണുള്ളത്, ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചാപ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ബലത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സിൽ ഫോഴ്സ്, എന്താണ് ഫോഴ്സ്, ബലം. സിമ്പിളായിട്ട് പറയാം, പുഷ് ഓർ പുൾ ഈസ് കോൾഡ് ഫോഴ്സ്. തള്ളലോ അല്ലെങ്കിൽ ഒരു വലിക്കലോ ആണ് ബലം. പക്ഷെ നമുക്ക് ഈ ബലങ്ങളെ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഓക്കെ, എല്ലാ ഫോഴ്സ് കൊടുത്താലും ഒരു വസ്തുവിനെ നമുക്ക് ചലനാവസ്ഥയിലേക്കോ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റം വരുത്താൻ പറ്റില്ല. ഫോഴ്സ് കൊടുത്താൽ റെസ്റ്റിലേക്കോ അല്ലെങ്കിൽ മോഷനിലേക്കോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബലങ്ങൾ വ്യത്യസ്ത രീതിയിലുണ്ട്. നമുക്ക് ഓരോന്നും പഠിച്ചു നോക്കാം. ഒരു വസ്തുവിൻ്റെ അവസ്ഥയിൽ, സ്റ്റേറ്റിൽ മാറ്റം വരുത്താൻ ഏതെല്ലാം ബലങ്ങളാണ് ആവശ്യം എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഈ ചിത്രത്തിലേക്ക് നോക്കും. 3 ചിത്രങ്ങളുണ്ട്, എ ബി സി എന്ന് പറയുന്ന 3 ചിത്രങ്ങൾ. ഇതിൽ ഒന്നാം ചിത്രം നോക്കൂ. എ എന്ന് പറയുന്നൊരു വസ്തുവാണ്. ആ വസ്തുവിൻ്റെ മുകളിൽ 2 ആളുകൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. 2 ഫോഴ്സാണ് എക്സൈറ്റ് ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ മുകളിൽ. 2 ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ആൾ 100 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ ആളും 100 ന്യൂട്ടൺ ഫോഴ്സ് ബലമാണ് കൊടുക്കുന്നത്. 2 പേരും കൊടുക്കുന്ന ബലത്തിൻ്റെ ഡയറക്ഷൻ, ബലത്തിൻ്റെ ദിശ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഒരേ ഡയറക്ഷനിലാണ് 2 ആളുകളും ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നത്. ഒരേ ദിശയിലാണ് 2 ആളുകളും ബലം കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന് ചലനം ഉണ്ടാവോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലേക്ക് മാറും? വസ്തു നിശ്ചലാവസ്ഥയിലാണ്. 2 ആളുകൾ ഒരേ ഡയറക്ഷനിൽ ബലം കൊടുത്താൽ, ഫോഴ്സ് എക്സൈറ്റ് ചെയ്താൽ ആ വസ്തുവിന് എന്തുണ്ടാവും? ചലനം ഉണ്ടാവും. വസ്തു മോഷനിലേക്ക് ചേഞ്ച് ചെയ്യും. റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിൽ അനുഭവപ്പെട്ട ആകെ ബലം, ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, സദിശളവാണ്. ഡയറക്ഷനും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, ദിശക്ക് കൂടി പ്രാധാന്യമുണ്ട്. ഇപ്പം 2 ബലങ്ങളും ഒരേ ദിശയിൽ അനുഭവപ്പെട്ടത് കൊണ്ട്, 2 ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ് എക്സൈറ്റ് ചെയ്തതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് കാണാൻ, പരിണിത ബലം, ആകെ ബലം കാണാൻ ചെയ്യേണ്ടത് 2 കൂടി ആഡ് ചെയ്താൽ മതി. 100 + 100 = 200 ന്യൂട്ടൺ. നിങ്ങൾ ഓർക്കേണ്ടത്, ബലങ്ങൾ അനുഭവപ്പെട്ടത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഒരേ ദിശയിലാണ് ബലങ്ങൾ അനുഭവപ്പെട്ടതെങ്കിൽ ആകെ ബലം കാണാൻ ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. എല്ലാ ബലം കൂടി ഒന്ന് കൂട്ടിയാൽ മതി. ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആകെ ബലം കിട്ടും. ടോട്ടൽ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഈ വസ്തുവിന് എന്തുണ്ടാവുന്നുണ്ട്? ചലനം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മോഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം 2 പേരും കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഡയറക്ഷനിലാണ് ബലം കൊടുക്കുന്നത്. ഇനി രണ്ടാമത് നോക്കൂ. രണ്ടാമത്തിൽ ഈ ബി എന്ന് പറയുന്ന വസ്തുവിൻ്റെ മുകളിൽ 2 ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. മോർ ദാൻ 1 ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ആൾ കൊടുത്ത ബലം 100 ന്യൂട്ടനാണ്. രണ്ടാമത്തെ ആൾ കൊടുത്ത ബലം 50 ന്യൂട്ടനേ ഉള്ളൂ. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിപരീത ദിശയിലാണ് ബലം അനുഭവപ്പെടുന്നത്. 2 പേരും കൊടുക്കുന്നത് ഒരേ ഡയറക്ഷനിലല്ല,
ഒരേ ദിശയിലല്ല വസ്തുവിൻ്റെ മുകളിൽ ബലം അനുഭവപ്പെടുന്നത്. ഒരാൾ ഒരു സൈഡിൽ നിന്ന് 100 ന്യൂട്ടൺ കൊടുത്താൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 50 ന്യൂട്ടൺ ബലം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ ബലം ടോട്ടൽ ഫോഴ്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരേ ദിശയിലാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിൽ, ബലം അനുഭവപ്പെടുന്നതെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ കേസിലോ 2 ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ആ 2 ബലങ്ങളും എക്സേർട്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. 2 ബലങ്ങളും അനുഭവപ്പെടുന്നത് വിപരീത ദിശയിലാണ്. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, വിപരീത ദിശയിലാണ് ബലം അനുഭവപ്പെടുന്നതെങ്കിൽ ടോട്ടൽ ഫോഴ്സ് കാണാൻ മൈനസ് ചെയ്താൽ മതി. 100 മൈനസ് 50 ഈക്വൽ ടു 50 ന്യൂട്ടൺ. സെയിം ഡയറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം. ഓക്കെ. ഈ രണ്ടാമത്തെ കേസിൽ വസ്തുവിന് ചലനം ഉണ്ടാവുമോ? മോഷനിലേക്ക് മാറുന്നുണ്ടോ? മാറും. എങ്ങനെ? ഒരു ഡയറക്ഷനിൽ ഒരാൾ 100 കൊടുക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് 50 കൊടുക്കുകയാണ്. ഇപ്പോൾ ഏത് ദിശയിലേക്കാണ്? ആരാണോ കൂടുതൽ ബലം കൊടുക്കുന്നത് ആ ദിശയിലേക്ക് എന്ത് ചലിക്കാൻ തുടങ്ങും? വസ്തു ചലിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒന്നാമത്തെ കേസിന് വസ്തുവിന് ചലനാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്, രണ്ടാമത്തിലും വസ്തു ചലനാവസ്ഥയിലേക്ക്, മോഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. സി എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, 2 പേര് ബലം കൊടുക്കുന്നുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒരാൾ ഇവിടുന്ന് 100 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട്, നേരെ ഓപ്പോസിറ്റ് 100 ന്യൂട്ടൺ. 2 പേരും കൊടുക്കുന്ന ഈക്വൽ ഫോഴ്സ് ആണ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു വസ്തുവിൻ്റെ മുകളിൽ ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഇവിടെ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് ചെയ്യാം. 100 മൈനസ് 100 ഈക്വൽ ടു 0 ന്യൂട്ടൺ. 2 പേരും കൊടുക്കുന്ന തുല്യ ബലങ്ങളാണ്, ഈക്വൽ ഫോഴ്സ് ആണ്. അതേപോലെ വിപരീത ദിശയിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ വസ്തു ചലിക്കും? ഇല്ലല്ലോ. അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ട്. ഒരാൾ ഇവിടെ 100 കൊടുക്കുന്നുണ്ട്, നേരെ ഓപ്പോസിറ്റ് 100 കൊടുക്കുകയാണ്. 2 പേരും കൊടുക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, തുല്യവും വിപരീതവുമായിട്ടുള്ള ബലങ്ങളാണ്. അപ്പോൾ ആ വസ്തുവിന് എന്തുണ്ടാവില്ല? ചലനം ഉണ്ടാവില്ല, നിശ്ചലാവസ്ഥയിൽ തന്നെ, റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നോക്കൂ, ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് നമ്മൾ ചെയ്ത് സെയിം ഡയറക്ഷനാണ് ആഡ് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്തു. ഈ 3 കേസിൽ ഏതെല്ലാം കേസുകളിലാണ്, ഏതെല്ലാം സിറ്റുവേഷനിലാണ് വസ്തുവിന് ചലനം ഉണ്ടായത്, മോഷനിലേക്ക് ചേഞ്ച് ചെയ്ത്? യെസ്, ഒന്നാമത്തിലും രണ്ടാമത്തെയും സിറ്റുവേഷനിലും. ഈ 2 സിറ്റുവേഷനിലാണ് വസ്തു ചലനാവസ്ഥയിലേക്ക് മാറിയത്, മോഷനിലേക്ക് ചേഞ്ച് ചെയ്തത്. മൂന്നാമത്തെ കേസിൽ വസ്തു ചലനാവസ്ഥയിലേക്ക് മാറുന്നില്ല, റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ബലങ്ങൾ 2ആയി തരംതിരിക്കുകയാണ്: ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. സന്തുലിത ബലവും അസന്തുലിത ബലവും. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അൺബാലൻസ്ഡ് ഫോഴ്സ്, അസന്തുലിത ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ മുകളിൽ ഒന്നിലധികം ബലം അനുഭവപ്പെടുകയും ആകെ ബലം 0 ആവാതിരിക്കുകയും ചെയ്താലും ടോട്ടൽ ഫോഴ്സ് 0 ആവരുത്. ടോട്ടൽ ഫോഴ്സ് 0 ആവാതിരുന്നാൽ, there are more than one force exert on an object, the total force never be 0. Never will be 0. We can call unbalanced force, അസന്തുലിത ബലം എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ മുകളിൽ ഒന്നിലധികം ബലം അനുഭവപ്പെടും, ആകെ ബലം 0 ആവാതിരുന്നാൽ അവിടെ നമുക്ക് എന്ത് പറയാം? അസന്തുലിത ബലമാണെന്ന് പറയാം. അങ്ങനെയാണ് ഈ സന്തുലിത ബലം, ബാലൻസ്ഡ് ഫോഴ്സ് എന്തായിരിക്കും? ഒരു വസ്തുവിൻ്റെ മുകളിൽ ഒന്നിലധികം ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, മോർ ദാൻ വൺ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയാൽ, ആകെ ബലം 0 മാറിയാൽ നമുക്ക് എന്ത് പറയാം? സന്തുലിത ബലങ്ങളാണെന്ന് പറയാം, ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഏത് ബലം കൊടുത്താലാണ് വസ്തുവിനെ ചലനാവസ്ഥയിലേക്കോ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റാൻ കഴിയുന്നത്? അതെ, അസന്തുലിത ബലം, അൺബാലൻസ്ഡ് ഫോഴ്സ്. ഈ 2 കേസിൽ നമ്മൾ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് അസന്തുലിത ബലമാണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പോൾ അസന്തുലിത ബലം കൊടുത്താൽ വസ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലനാവസ്ഥയിലേക്കോ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റാൻ പറ്റും, അവസ്ഥയിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ പ്രയോഗിക്കുന്നത് സന്തുലിത ബലമാണെങ്കിൽ, ബാലൻസ്ഡ് ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിൽ
വസ്തുവിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ പറ്റൂല, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ റെസ്റ്റ് തന്നെയാണെങ്കിൽ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും, മോഷനിലാണെങ്കിൽ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. മോഷന് റെസ്റ്റിലേക്കോ റെസ്റ്റിന്ന് മോഷനിലേക്കോ മാറ്റാൻ ഏത് ബലം കൊടുത്താൽ പറ്റൂല? ബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ പറ്റൂല. പക്ഷേ നമ്മൾ പ്രയോഗിക്കുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ, അസന്തുലിത ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്കോ ചലനാവസ്ഥയിൽ നിന്ന് നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റാൻ പറ്റും. When applying unbalanced force, we can change from rest to motion or motion to rest. ഇപ്പോൾ ചലനാവസ്ഥയിലേക്ക് മാറ്റാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രയോഗിക്കുന്ന ബലം എന്തായിരിക്കണം? അസന്തുലിത ബലമായിരിക്കണം, അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം. അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ ആകെ ബലം എന്താവില്ല? 0 ആവില്ല. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ മോഷന് റെസ്റ്റിലേക്കോ മാറ്റാൻ കഴിയില്ല. ഓക്കെ, ഇനി രണ്ടാമത് ഓക്കെ, നമ്മൾ അടുത്ത് പറയുന്നു, ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് സ്റ്റോപ്പായി. അപ്പോൾ കാർ മുന്നോട്ട് പോകണമെങ്കിൽ തള്ളണമെന്ന് വയ്ക്കാം, ഒന്ന് പുഷ് ചെയ്യണം. അപ്പോൾ ഒരാൾ ചെയ്തത് കാറിൻ്റെ ഉള്ളിലിരുന്ന് കാറിനെ തള്ളുകയാണ്. അയാൾ ഇരിക്കുന്നത് കാറിൻ്റെ ഉള്ളിലാണ്, കാറിൻ്റെ ഉള്ളിലിരുന്ന് കൊണ്ട് കാറിനെ തള്ളുക. അപ്പോൾ ആ തള്ളുന്ന സമയത്ത് കാറ് മുന്നോട്ട് പോകും, ചലനാവസ്ഥയിലേക്ക് മാറും? ഇല്ലല്ലോ. കാരണം അയാൾ കൊടുക്കുന്നത് കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് ബലം കൊടുക്കുന്നത്. അയാളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? വസ്തുവിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഇൻസൈഡ് ദി ഒബ്ജക്റ്റ്. അപ്പം അങ്ങനെ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ ആ ബലത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയും. ആന്തരിക ബലം, ഇൻറ്റേർണൽ ഫോഴ്സ്. ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ഫോഴ്സ്, ആന്തരിക ബലം. ഇനി ആ കാറ് മുന്നോട്ട് പോകണമെങ്കിൽ എവിടെ നിന്ന് തള്ളണം? കാറിൽ നിന്ന് ഇറങ്ങി പുറമേ നിന്ന് കാറിനെ തള്ളണം. പുറത്തിരുന്ന് കാറിനെ തള്ളിയാൽ മാത്രമാണ് കാറ് മുന്നോട്ട് പോകുള്ളൂ. ഒരു വസ്തുവിൻ്റെ പുറമേ നിന്ന് ബലം പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യ ബലം. ഫോർ എക്സാമ്പിൾ, ഒരാൾ കസേരയിൽ ഇരിക്കുന്നുണ്ട്, നിലത്ത് ചവിട്ടാതെ തറയുമായി ബന്ധമില്ലാതെ കസേര പൊക്കാൻ ശ്രമിക്കുകയാണ്, ഉയർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കസേര മുകളിലേക്ക് ഉയരില്ല. കാരണം നിലത്തും തറയുമായി ഫ്ലോറുമായി കോണ്ടാക്റ്റ് ഇല്ലാതെ കസേര ഇരുന്ന് കൊണ്ട് നമ്മൾ പൊക്കാൻ ശ്രമിച്ചാൽ എന്താവില്ല? കസേര മുകളിലേക്ക് പൊങ്ങില്ല. കാരണം അവിടെ പ്രയോഗിക്കുന്ന ബലം ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്, ആന്തരിക ബലമാണ്. നമ്മൾ കസേര പൊക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം, ബാഹ്യബലം കൊടുക്കണം. അപ്പോൾ ഒരു വസ്തുവിനെ ചലനാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റണമെങ്കിൽ ഏത് ബലം പ്രയോഗിക്കണം? എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യ ബലം പ്രയോഗിക്കണം. ഇപ്പോൾ രണ്ട് ബലങ്ങൾ പറഞ്ഞു. അൺബാലൻസ്ഡ് ആയിരിക്കണം ഒരു വസ്തുവിനെ ചലനാവസ്ഥയിലേക്കോ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റണമെങ്കിൽ. ഒന്ന് നമ്മൾ പ്രയോഗിക്കുന്ന ബലം അൺബാലൻസ്ഡ് ആയിരിക്കണം, രണ്ടാമത്തെ എക്സ്റ്റേണലും ആയിരിക്കണം. അസന്തുലിത ബാഹ്യ ബലം. ഒരുമിച്ച് പറയാം. ഒരു വസ്തുവിനെ ചലനാവസ്ഥയിലേക്കോ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റണമെങ്കിൽ ആ വസ്തുവിൻ്റെ മുകളിൽ അസന്തുലിതമായ ബാഹ്യ ബലം പ്രയോഗിക്കണം. When applying unbalanced external force, we can change the object from
റെസ്റ്റ് ടു മോഷൻ ഓർ മോഷൻ ടു റെസ്റ്റ്. വസ്തുവിനെ ചലനാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലം എന്തായിരിക്കണം? ഒന്ന് അസന്തുലിതമായിരിക്കണം, രണ്ടാമത്തെ ബാഹ്യബലമായിരിക്കണം, അൺബാലൻസ്ഡ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. സന്തുലിതവും ആന്തരികവുമായ ഇന്റർണൽ ആൻഡ് ബാലൻസ്ഡ് ഫോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവസ്ഥയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പം വസ്തുവിനെ അവസ്ഥയിൽ മാറ്റം വരുത്തണമെങ്കിൽ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് നിശ്ചലാവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ചലനാവസ്ഥയായിരിക്കും, റെസ്റ്റ് ഓർ മോഷൻ. അതിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ, മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലം എന്തായിരിക്കണം? ഒന്ന് അസന്തുലിതമായിരിക്കണം, അൺബാലൻസ്ഡ് ആയിരിക്കണം, രണ്ടാമത്തെ എക്സ്റ്റേണൽ ഫോഴ്സും ആയിരിക്കണം, ബാഹ്യ ബലവുമായിരിക്കണം. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒന്നാം ചലന നിയമം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു ഗലീലിയോൻ്റെ ഒരു നിരീക്ഷണം ഉണ്ട്, അതെന്താണെന്ന് കൂടി പറയാം. ഓക്കെ, ഇവിടെ രണ്ട് ചെരിവ് സ്ലോപ്പ് പ്രതലങ്ങളുണ്ട്, ചെരിവ് തലങ്ങളുണ്ട്. സ്ലോപ്പ് ലൈൻസ് ആണ്, സ്ലോപ്പായിട്ടുള്ള രണ്ട് സർഫസ് ആണ്, ചെരിഞ്ഞ രണ്ട് പ്രതലങ്ങൾ. എ ബി എന്ന് പറയുന്ന എയിൽ ഞാനൊരു ബോൾ വെക്കുന്നുണ്ട്. ഈ ബോൾ ഫ്രീ ആയി വിടുന്ന സമയത്ത് ഇതിൻ്റെ പ്രവേഗം കൂടി വരും, ഒരു ഊർജ്ജം കൂടി വന്ന് നേരെ താഴോട്ട് വരുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രവേഗം കൂടി വരും. ദെൻ ബിയിലേക്ക് കുറച്ച് കയറിപ്പോവും. ബി എന്ന് പറയുന്ന പ്രതലത്തിലേക്ക് കുറച്ച് മുകളിലേക്ക് കയറിപ്പോവും. നമ്മൾ ചെയ്യുന്നത് ഈ ബീൻ്റെ ചെരിവ് കുറച്ച് കൊണ്ടുവരികയാണ്. കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ ബിയിലേക്കുള്ള സ്ഥാനാന്തരം, ആ ബോളിൻ്റെ സ്ഥാനാന്തരം കൂടി വരും. ഇനി ചെരിവ് നമ്മൾ 0 ആക്കിയാൽ, നേരെ ആക്കി മാറ്റിയാൽ, നേരെ പ്രതലാക്കി മാറ്റിയാൽ, സ്ട്രൈറ്റ് ആക്കി മാറ്റിയാൽ ഈ ബോൾ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല, ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതിനുള്ള കാരണം ഒരു ബോൾ നേരേഖ സമചലനത്തിലാവുന്ന സമയത്ത് ഇതിന് ബാഹ്യബലത്തിൻ്റെ ആന്തരിക അസന്തുലിതമായ ബാഹ്യബലത്തിൻ്റെ ആവശ്യമില്ല, നേരേഖ സമചലനത്തിലായിരിക്കുന്ന സമയത്ത്. ഇതാണ് ഗലീലിയോൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, നേരേഖ സമചലനത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നവരെ, ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നവരെ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, സമചലനത്തിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം രൂപപ്പെടുത്തിയിട്ടുള്ളത്.